നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ മെസ്സേജസ് നിങ്ങൾക്കായിട്ട്. ഓക്കെ, ഒറാക്കിൾ ഉണ്ട്, ടാരോ ഉണ്ട്. ടാരോ, ആദ്യം ഒറാക്കിൾ നോക്കാം കേട്ടോ. ഇൻസെപ്പറബിൾ, അവർ ലവ് ഈസ് ഓൾവേസ് ദർ ഡിസ്പൈറ്റ് ദ ഡിസ്റ്റൻസ്. നിങ്ങൾ ഫിസിക്കൽ ഡിസ്റ്റൻസിലായാലും അല്ല ഒന്ന് വഴക്കിട്ട് എത്ര കാലം ഒന്ന് സെപ്പറേറ്റ് ആയിരിക്കുകയാണെങ്കിലും നിങ്ങളുടെ സ്നേഹം അത് അവിടെ തന്നെ ഉണ്ട്, അതിനൊരു കോട്ടവും തട്ടില്ല എന്ന് തന്നെ അവർ പറയുകയാണേ. റിഗ്രറ്റ്, ഐ വിഷ് ദിസ് നെവർ ഹാപ്പൻഡ്. ഈ വഴക്ക് ഇല്ലാതിരുന്നെങ്കിൽ, ഈ സെപ്പറേഷൻ ഉണ്ടാവാതിരുന്നെങ്കിൽ എന്നവർ ചിന്തിക്കുകയാണ് കേട്ടോ. ഐ ഷുഡ് ഹാവ് എക്സ്പ്രസ്ഡ് മൈസെൽഫ് ബെറ്റർ. അവരവരുടെ ഫീലിങ്സ് കുറച്ചുകൂടി ബെറ്ററായിട്ട് നിങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. ഐ വാസൻ ഹാപ്പി ദ വേ തിങ്സ് വർ ഗോയിങ്. ഓക്കെ, സിറ്റുവേഷൻസിനെ കുറിച്ച് അവരത്ര ഹാപ്പി അല്ലായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു. അവർക്ക് എപ്പോഴും നിങ്ങളുടെ അടുത്ത് ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഐ ഫീൽ പെയിൻ ഫ്രം ദ ഡാമേജ് ഐ കോസ്റ്റ്. അവരുടെ ഭാഗത്തു നിന്നാണ് മിസ്റ്റേക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ആ ഡാമേജ് ഉണ്ടായതിനെ കുറിച്ചിട്ട് അവർക്ക് വിഷമമുണ്ടെന്ന് പറയുകയാണേ. ഐ ഹാവൻറ്റ് ഗിവൺ അപ്പ് ഓൺ അസ് യെറ്റ്. അവരെ നിങ്ങളെ വിട്ടുകളയാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, ഇനി ടാരോ. നൈറ്റ് ഓഫ് കപ്സ്, ചാരിയറ്റ്, ക്വീൻ ഓഫ് സോർഡ്സ്, എംപറർ, നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ടവർ, ഫൈവ് ഓഫ് സോർഡ്സ്, എയ്റ്റ് ഓഫ് കപ്സ്. നിങ്ങളുടെ ഇടയിൽ എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിരിക്കുന്ന പോലെ തോന്നുന്നു. നിങ്ങളോട് പറയാതെ അവർ എവിടെയോ പോയതായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിൽ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടായതായിട്ട് കാണുന്നു. അവരും ബലം പിടിച്ചിരിക്കുകയാണ്, നിങ്ങളും ബലം പിടിച്ചിരിക്കുകയാണ് എന്നുള്ള രീതി. അവരും സോറി പറയില്ല, കാരണം എംപററുടെ എനർജിയാണ്. നിങ്ങളും സോറി പറയില്ല എന്നുള്ള രീതിയിൽ ഒരു ടെമ്പററി കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് അതിനെപ്പറ്റി സ്ട്രെസ് ഉണ്ട് എന്ന് പറയുകയാണ് കേട്ടോ. ഒന്നുകിൽ നിങ്ങൾ സോറി പറയണം, അല്ലെങ്കിൽ അവർ സോറി പറയണം. രണ്ടുപേരും തന്നെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കണം. ഒരു സോറി പറഞ്ഞ് എന്താ പറയുക, ഒരു ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത കാര്യങ്ങൾ അവസാനിപ്പിക്കുക. പക്ഷേ ഇവിടെ ഇപ്പോൾ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും തന്നെ സ്ട്രെസ് അനുഭവിക്കുകയാണ്, രണ്ടുപേരും തന്നെ തിരിഞ്ഞു നിൽക്കുകയാണ്. നിങ്ങളുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്നതായിട്ട്, ഒരു ടവർ മൂവ്മെൻറ്റ് വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിനെക്കുറിച്ച് അവർ വളരെ സ്ട്രെസ്ഡ് ആണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ലെസ് കമ്മ്യൂണിക്കേഷൻ അവരെ സ്ട്രെസ്ഡ് ആക്കുന്നു എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നു. അവർ ഈ റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യാൻ റെഡിയാണ്. അതായത് നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ അവർ റെഡിയാണ്. നിങ്ങൾ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് വരണം എന്നാണ്. നിങ്ങളുടെ ഈഗോ മാറ്റിവെച്ച് നിങ്ങൾ ഒരു തീരുമാനമെടുത്ത് അവരുടെ അടുത്തേക്ക് വരണം എന്നാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. എന്തായാലും സംസാരിച്ച് ശരിയാക്കാം. ഈ ടവർ മൊമെന്റ് മാറ്റണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് ആണ് പറയുന്നത്. ഓക്കെ.